അതിൽ 36,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പാണ് വാഹനം വരുന്നത്. ഈ പറയുന്ന പോലെ 2026 8 മാസം വരെ ഓൾറെഡി കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. 26 8 മാസം മിഡിൽ ഓപ്ഷൻ ആണ് ഇത്. ഡീസൽ മാനുവൽ. നേരത്തെ നിങ്ങൾ മാനുവൽ കാരണം അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് കാരണം ഇപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് കാരണം. ഓക്കെ, എന്തായാലും ഷാർപ്പാണ്. ടോപ്പ് എൻഡ് ഡീസലാണ്. മൈലേജ് ഉണ്ടാവും. 15 ലോങ് കിട്ടും. 15 നല്ല 18 വരെ ലോങ് കിട്ടും. ലോങ് കിട്ടുന്നുണ്ട്. ഓടിക്കാം. RPM ഉള്ളിൽ വെച്ചിട്ട് സ്പീഡ് തീരെ കുറച്ച് ഓടിച്ചാലും മൈലേജ് ലോസ് ആവും. ഓക്കെ, കറക്റ്റ് RPM കറക്റ്റ് സ്പീഡിൽ ഓടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. എത്രയായപ്പോൾ ചോദിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഓണം ഇൻഡിപെൻഡൻസ് ഡേ ഓഫേഴ്സുമായി ക്യാപ്സ് നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. ഇന്ന് സ്വാഗതം. വെൽക്കം. ഓക്കെ, കുഴപ്പമില്ല എന്തായാലും. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ക്യാപ്സ് കാസിൻ്റെ ലൊക്കേഷൻ. ഒരുപാട് നമ്മുടെ വീഡിയോസ് ചെയ്തതാണ്. ഇതാ കിടക്കുന്ന കാണുന്നില്ലേ, ഇതേപോലത്തെ സെഗ്മെൻറ്റ് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഉണ്ടാകുന്നത് അല്ലേ? അതെ, സെഡാൻ ഉണ്ട്. സെഡാൻ ഉണ്ടല്ലേ? സാധാരണ SUV മാത്രം നമ്മൾ വിർട്ടസ് തന്നെ രണ്ടെണ്ണം ഉണ്ടല്ലേ? വിർട്ടസ് രണ്ടുണ്ട്, വൈറ്റും ഉണ്ട് റെഡും ഉണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ GT അല്ലേ? ഓക്കെ, ഇത് ഹൈലൈൻ ആണ്. ഓക്കെ, എന്തായാലും സ്റ്റോക്ക് ഡീറ്റെയിൽ നമുക്ക് കാണാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഓഫേഴ്സ്? നമ്മൾ ഈ തവണ ഒന്ന് സ്ക്രാച്ച് മിന്ന് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രഷർ പമ്പ് കൊടുക്കുന്നുണ്ട്. അതായത് വെള്ളം ഗണ്ണിട്ടിട്ട് ഓക്കെ വണ്ടി വാഷിംഗ്. ഓക്കെ, സ്ക്രാച്ച് മിന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10,000 വരെയുള്ള സമ്മാനങ്ങളുണ്ട്. സമ്മാനങ്ങൾ അതിനകത്ത്. ഓക്കെ, വണ്ടി പർച്ചേസ് ചെയ്യുന്നവർക്കാണ്. അതെ, അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓഫർ സ്റ്റാർട്ടായോ? ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഇന്ന്, അതായത് ഇന്നിപ്പോൾ 5-ാം തീയതി അല്ലേ? ഓഗസ്റ്റ് 5 തൊട്ടിട്ട് അടുത്ത സെപ്റ്റംബർ 10-ാം തീയതി വരെ ഈ ഓഫർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ബില്ലിങ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ബില്ലിങ് ചെയ്യണമല്ലോ. 10-ാം തീയതി ചെയ്യുന്ന കസ്റ്റമേഴ്സിനല്ല, 10-ാം തീയതിക്കുള്ളിൽ ബില്ലിങ് ആവുന്ന കസ്റ്റമേഴ്സിന് ഈ ഓഫേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തായാലും വിളിച്ചോളൂ. വിലകൾ എല്ലാം പാകപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പരിപാടി ഇടക്കിടക്ക് ചോദിക്കാൻ വയ്യ, അതുകൊണ്ടാണ് പാകപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, കാരണം കാണുന്ന ആൾക്കാർക്ക് അവരുടെ സമയമെല്ലാം മുടക്കിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഉപകാരം പരിഗണിക്കും. ഓക്കെ, എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വിട്ടുപോകരുത്. വീഡിയോയിലുള്ളൂ അല്ലേ? ബാക്കി എന്തായാലും ഫസ്റ്റ് ഈ സെഡാൻ കാറ്റഗറിയിൽ തന്നെ തുടങ്ങാം. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന ഫോക്സ് വാഗൺ വെർസസ് ആണ്. ഏറ്റവും ടോപ്പ് ഉണ്ട്. GT ആണ്. ടോപ്പ് ലൈനാ? അവിടെ GT, ഇവിടെ GT സ്റ്റിക്കർ പോയി മൂടുപോയി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. ഓക്കെ, അതായത് ടോപ്പ് ലൈൻ ആണ് വാഹനം വരുന്നത്. ടോപ്പ് ലൈൻ ഇതിന്റെ മുകളിൽ വരുന്നത് GT ആണ്. അത് എഞ്ചിനിൽ മാത്രം ഡിഫറൻസ്. എത്രയാണ് വരുന്നത്? 1.5-ലാണോ? 1.5 ഇതിൽ തന്നെ 1 ലിറ്ററിൽ ടർബോ വരുന്നുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും സ്ട്രെയിറ്റ് റോഡ്. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കമ്പനി സർവീസ് ഹിസ്റ്ററി, വാറണ്ടി എല്ലാം ഉള്ളൊരു വണ്ടിയാണ്. സേഫ്റ്റി, സ്റ്റെബിലിറ്റി എല്ലാം ഒത്തടങ്ങിയ ഒരു വാഹനം അല്ലേ? അതും 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഫോക്സ് വാഗൺ പഴയ മൈലേജ് ഷോട്ടൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം എത്ര കിട്ടുന്നുണ്ട്? ഒരു 16 കിട്ടും. ലോങ് 16-17 മൈലേജ് കിട്ടുന്നുണ്ട് ലോങ് അല്ലേ? ഓക്കെ, 1 ലിറ്റർ എഞ്ചിനും വിത്ത് ടർബോ ആണ് എന്ന് വെച്ച് പവറിന് കുറവുണ്ടാവില്ല. പെട്രോൾ ആയതുകൊണ്ട്. അതെ, അതാണ് അതിന്റെ മാറ്റം. ഓക്കെ, സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, പുഷ് ബട്ടൺ, ടച്ച് സ്ക്രീൻ. എത്ര എയർ ബാഗ്? 6 കേട്ടോ. 6 എയർ ബാഗ് വരും. എല്ലാ ഓപ്ഷൻസും, വയർലെസ് ചാർജറും ഉണ്ട്. ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ടോപ്പ് ലൈൻ 1 ലിറ്ററിന് ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. അതെ, ഡ്രൈവേഴ്സും വലിയ കുഴപ്പമില്ല. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 17,000 അല്ലേ? ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞോ? ഇല്ല, 2026 10-ാം മാസം വരെ വാറണ്ടി ഉണ്ട്. 26 10-ാം മാസം വരെ. ഓക്കെ, ഒരു വർഷം സംതിങ് മന്തും. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 13,65,000 രൂപ. 13,65,000 2022 മോഡൽ ടോപ്പ് ലൈൻ 1 ലിറ്റർ ടർബോ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പർച്ചേസ്. ലോണ് എത്ര കിട്ടും? നമുക്കൊരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. 85-90% വരെ എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാം. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. അടുത്ത വണ്ടി തുടങ്ങി. കിയ സോണറ്റ് ആണ്. KL 1 രജിസ്ട്രേഷൻ. ഞാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇവിടുത്തെ ഒരു മെയിൻ വേട്ടമൃഗമാണ് കിയ വണ്ടികൾ. ഓക്കെ, നല്ല മൂവിങ് ഉണ്ട് അല്ലേ? നല്ല മൂവിങ് ഉണ്ട്. നന്നായിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നൊരു വണ്ടി. എപ്പോഴും പൈപ്പ് ലൈനിൽ ഒരു കസ്റ്റമർ ഉണ്ടാകുന്ന വണ്ടിയാണ്. പലർക്കും സംശയം എന്ന് വെച്ചാൽ കിയ എന്തുകൊണ്ട് ഇത്രയും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വരുന്നത്? വണ്ടി ഒന്നുമില്ല, ഫ്രഷ് മാർക്കറ്റിൽ അത്രയും ഇറങ്ങുന്നുണ്ട്, കൂടുതൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. വലിയ കാര്യമായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അത് പൊതുവെ ഇല്ല. നമ്മൾ അത്രയും വണ്ടി ഡീൽ ചെയ്ത് നമ്മൾ അത്രയും വണ്ടികൾ വീണ്ടും ഡീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഇതാണ്. അധികം തലവേദന അല്ലാണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴും നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഈ കിയ എന്ന് പറയുന്നത്. കുറച്ച് സൗണ്ട് പറഞ്ഞോ, പേടിക്കണ്ട. കേൾക്കുന്നുണ്ട്? കുറച്ചും കൂടി സൗണ്ട് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല.
ഓക്കെ, അപ്പോൾ സോണറ്റ് KL1 എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്നത്. GTX ഏറ്റവും ഫുൾ ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 21,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വാഹനം. വാറണ്ടി ഇപ്പോൾ 24 തൊട്ടിട്ട് 27 വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന വാഹനമാണ്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ എല്ലാ ഓപ്ഷനും ഉണ്ടാവും അല്ലേ? 6 എയർ ബാഗ് എല്ലാം വരും. സൺറൂഫ് എല്ലാം വരുന്നത്. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് 10,90,000 രൂപ. ഓക്കെ, 24,000 ഓടിയ വണ്ടി 10,90,000 GT ലൈൻ. മാനുവല്ലേ? IMT. ഓ, IMT ആണ്, സോറി, IMT ആണ്. സെമി ഓട്ടോമാറ്റിക്. സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം. അത് ഓഫായി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ആരോ കമന്റിൽ ചോദിച്ചിരുന്നു എന്താ ഈ സെമി ഓട്ടോമാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതെടുത്ത് പറഞ്ഞു, വേറെ ഒന്നുമില്ല. ലോൺ നമ്മൾ പറഞ്ഞു എത്ര? ലോൺ നമുക്കൊരു 85-90% ഇതും ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. എല്ലാം ട്രാക്ക് അനുസരിച്ചാണ്. നമ്മൾ പലർക്കും ഇപ്പോൾ സിബിൽ സ്കോർ പൊട്ടിയിട്ട് നിൽക്കുകയാണ് കൊറോണക്കൊക്കെ ശേഷം അല്ലേ? എല്ലാവരും ഒന്ന് മേക്കപ്പ് ആയിക്കൊണ്ട് ചെയ്ത് കൊടുക്കാനാണ്. എന്നാലും ഒരു പരിധി വരെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത സോണറ്റ് എത്തി. ഇത് പഴയ ഷേപ്പാണല്ലോ, പഴയ വെഡിങ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡല് HTX IMT ആണ് വണ്ടി വരുന്നത്. പെട്രോള്, സിംഗിൾ ഓണർഷിപ്പിൽ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 21 അല്ലേ? ലോ കിലോമീറ്റർ വാഹനമാണ്. നേരത്തെ കണ്ട പോലെ തന്നെ IMT ആണ് ഗിയർ ബോക്സ് വരിക. പിന്നെ HTX ആണ്. ടോപ്പിന്റെ താഴെയാണ് ഈ ഓപ്ഷൻ വരിക. പക്ഷെ ഇതിനകത്ത് തന്നെ പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് വരില്ല. സൺറൂഫ് അലോയിലില്ല. പിന്നെ ബാക്ക് വൈപ്പർ, അങ്ങനെ ഒരുവിധ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് നമ്മൾ പറഞ്ഞില്ല അല്ലേ? മൈലേജ് നമുക്ക് സ്ട്രേറ്റ് റോഡൊക്കെ ഒരു 15-16 റേഞ്ച് എന്തായാലും കിട്ടും. സിറ്റിയിലാണെങ്കിൽ ഒരു 12-13 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ വയ്ക്കുന്നത് 8,95,000 രൂപ. 8,95,000 HTX 2021 വെറും 18,000 കിലോമീറ്റർ ഓടിയ IMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഓക്കെ, ഇതിന് 90% ലോൺ ചെയ്ത് കൊടുക്കാം. 95 വരെ ചെയ്ത് കൊടുക്കാം. ഇതിന് വാറണ്ടി എല്ലാം കഴിഞ്ഞില്ല? നമ്മുടെ ഷോറൂം വാറണ്ടി ഏത് വണ്ടി എടുത്താലും 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും ഉണ്ട്. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെ പോയിട്ട് വണ്ടി എടുക്കുകയാണെങ്കിലും വണ്ടി നിങ്ങളും ഉത്തരവാദിത്തം കൂടി ചെക്ക് ചെയ്തിട്ട് ഇവരെല്ലാം ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും നോക്കിയിട്ട് ഉറപ്പ് കൊടുക്കും ഷോറൂമാരൊക്കെ. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ചെക്ക് ചെയ്താൽ കുറച്ചും കൂടി ഒരു തൃപ്തി ഉണ്ടാവും. ഡബിൾ കംഫർട്ടായിരിക്കും. അത്രയും ചില കസ്റ്റമേഴ്സ് നമുക്ക് ഗൾഫിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ഡയറക്റ്റ് വിളിക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതാ പറഞ്ഞത്. അടുത്ത വണ്ടിയിലോട്ട് ഇതാ വീണ്ടും കിയയുടെ വണ്ടിയാണ്. കിയയുടെ സെൽട്ടോസ് ആണ്. നമ്മൾ നേരത്തെ സോണറ്റ് കണ്ട അതേ കളർ വാഹനം. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2023 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് HTX ആണ് വാഹനം വരുന്നത്. ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് അല്ല? ഫുൾ ഓട്ടോമാറ്റിക് HTX. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14,000 2 വർഷം കൊണ്ടാണ്. വാറണ്ടി ഇപ്പോൾ 26 7 മാസം വരെ വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ HTX എന്ന് പറയുമ്പോൾ ടോപ്പിന്റെ താഴെ GT ലൈൻ HTX പ്ലസ് HTX. പക്ഷേ ഇതിൽ ഒരുവിധ ഓപ്ഷൻസ് ഉണ്ട്. പലവില് പുഷ് ബട്ടൺ, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്ക് ക്യാമറ, സൺറൂഫ്, എയർ ബാഗ് വരെ 6 എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് എല്ലാ ഓപ്ഷൻസും ഉണ്ട് വണ്ടിയിൽ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെൽട്ടോസ് ഓട്ടോമാറ്റിക്കലി മൈലേജ് എങ്ങനെ? ഓട്ടോമാറ്റിക് ഈ പറയുന്ന പോലെ സ്ട്രേറ്റ് റോഡൊക്കെ 17 കിട്ടും. കൺഫേം ആയിട്ട് കിട്ടും. ഓട്ടോമാറ്റിക് കിട്ടും. അത് ഓടിച്ചതിന്റെ വീഡിയോസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കാം. വണ്ടി ഓടിക്കുന്നതിനും ഒരു ഭയങ്കര സ്മൂത്ത് ആണ്, താളമുണ്ട്. അതേപോലെ ഓടിച്ചാൽ കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് വരുന്നത് 15,95,000 രൂപ. ഓക്കെ, ഇതിന് കമ്പനി എന്നൊക്കെ സർവീസ് ചെയ്യണം പൊതുവെ കിയ വണ്ടിക്ക് അങ്ങനെ ചാർജ്? കമ്പനിക്ക് നോർമൽ സർവീസ് ഒക്കെ ചെയ്ത് പോകാൻ 6,000 അത്രേ ഉള്ളൂ. 6,000. ഇനി അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പം ക്ലച്ചോ ഗിയറോ അങ്ങനെ എന്താ മാറ്റാണ്ടെങ്കിൽ പോലും 10 രൂപ റേഞ്ച് ഒതുങ്ങും. അങ്ങനെ വലിയ ഹെവി മെയിൻ്റനൻസ് ഉള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല, ചാർജ് വരുന്നില്ല. ഓക്കെ, ലോൺ എത്ര കിട്ടും? ലോൺ ഇതിന് കിട്ടാന്ന് പറഞ്ഞാൽ നമുക്കൊരു 85-90% ലോൺ ചെയ്യാം. 85%, അതായത് 1-1.5 ലക്ഷം രൂപ അടിച്ചാൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത പർച്ചേസ് ആണ് KL35 പാലാ രജിസ്ട്രേഷൻ വാഹനം അല്ലേ? അതെ. എങ്ങനെയത്? ഇത് 2022 മോഡൽ 8ാം മാസം HTX. ഇതിന് HTX അല്ലല്ലോ, KL HTX. ഇതിൽ വരുമ്പോൾ ഹൈലൈൻ പറഞ്ഞു കേട്ട് ശീലായി. ശീലായി. ഓക്കെ,
ഹൈലൈൻ 36,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പാണ് വാഹനം വരുന്നത്. ഈ പറയുന്ന പോലെ 2026 8ാം മാസം വരെ ഓൾറെഡി കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. 26 8ാം മാസം മിഡിൽ ഓപ്ഷൻ ആണ് ഇത്. ഇതിന്റെ മേലെ ടോപ്പ് ലൈൻ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട വാഹനം അതിന്റെ ടോപ്പ് ലൈനിലേക്ക് വരുമ്പോൾ സൺറൂഫ് വരും. ബാക്കി അലോയിൽ പുഷ് ബട്ടൺ ഒരുവിധ ഓപ്ഷൻസ് ഇതിലുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോള്, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും ഉണ്ട്. അതെ അതെ അതെ. പിന്നെ മൈലേജ് നേരത്തെ പറഞ്ഞ മൈലേജ് സെയിം തന്നെ കിട്ടും. ഓക്കെ, മാനുവൽ ആണ് വാഹനം. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് പറഞ്ഞില്ലല്ലോ ഓട്ടോമാറ്റിക് ആണെന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ മാനുവൽ ആണ്. നേരത്തെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ ഓട്ടോമാറ്റിക് പറഞ്ഞിട്ടില്ല. കൺഫ്യൂഷൻ. രണ്ടും ഓട്ടോമാറ്റിക്കാ. രണ്ടും ഓട്ടോമാറ്റിക് ആണ്. അതും ഓട്ടോമാറ്റിക് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിച്ചേക്ക്, ഇല്ലെങ്കിൽ അവരോട് ക്ഷമിച്ചേക്ക്. ഓക്കെ, അപ്പോൾ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഇനി നമ്മൾ പറയുന്നത് മിസ്സിംഗ് വന്നാലും ഇന്റീരിയർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ആണോ, എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 12,75,000 രൂപ. 12.25 ലക്ഷം. ഹൈലൈൻ 2022 2026 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. 35,000 കിലോമീറ്റർ പറഞ്ഞാൽ 56,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ, ഒരു 11 സുഖമായിട്ട് കയറും. 12 രൂപ അടുപ്പിച്ച് ലോൺ കയറും. 12 ലോൺ കയറും. ഓ, മാക്സിമം എന്തായാലും കിട്ടുന്നുണ്ട്. അതെ അതെ. ഓക്കെ, ഇതും ചെറിയ മെയിൻ്റനൻസിൽ അത്യാവശ്യം മൈലേജിൽ സേഫ്റ്റിയിൽ ഡ്രൈവിംഗ് കംഫർട്ടിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയില്ല. നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ, വേണ്ട പുറത്തു ആയിക്കോട്ടെ, മലയാളി ആണെങ്കിൽ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്ന ആളാണെങ്കിൽ കിയ വണ്ടികൾ നിങ്ങൾക്ക് യൂസ്ഡ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കോഴിക്കോട് ഗ്യാപ്സിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അവിടെ പല നിറത്തിൽ, പല കളറിൽ, പല വെറൈറ്റി പിന്നെ പല നമ്പറിൽ, പല വേരിയേഷൻസിലെല്ലാം ചെയ്യണ്ടാവും ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സെൽട്ടോസ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡലാണ്. പെട്രോൾ HTK+ ആണ് വാഹനം വരുന്നത്. HTK+ നേരത്തെ കണ്ടതിന്റെ തൊട്ട് താഴെ STXന്റെ. പക്ഷേ എല്ലാ ഓപ്ഷനും ഉണ്ടാവും. എല്ലാ ഓപ്ഷൻ ഉണ്ട്. പുഷ് ബട്ടൺ, സൺറൂഫ്, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, ഇതെല്ലാം ഓപ്ഷൻസും ഉണ്ട്. പിന്നെ എയർ ബാഗ് പുതിയ മാൻഡേറ്ററി ആണല്ലോ. എല്ലാത്തിനും 6 എയർ ബാഗ് ആയി. ഇതിലൊരു 6 എയർ ബാഗ് ഉണ്ട്. അതെ. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ് 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാക്കി. 17,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വാഹനം. വാറണ്ടി ഇപ്പോൾ 2026 5ാം മാസം വരെ ഉണ്ടാവും അല്ലേ? കമ്പനി വാറണ്ടി അതിന് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കസ്റ്റമർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് വരുന്നത് 12,95,000 രൂപ. 12,95 2023 മോഡൽ കിയ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ വാഹനം അല്ല, IMT. എന്നാ പിന്നെ ഇതെല്ലാം ഒന്ന് വാതോർത്ത് പറഞ്ഞൂടെ? ലാസ്റ്റ് സർപ്രൈസ് ആയിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ഇപ്പോൾ പൊളിച്ചാൽ. ഓക്കെ, IMT ആണ് 2023. ഓക്കെ, ഒരു ഇതിനൊരു 11.5 ആ റേഞ്ച് ലോൺ കിട്ടും. 1 ഉണ്ടെങ്കിൽ ബാക്കി ലോൺ കയറിപ്പോവും. ഓക്കെ, MG ഹെക്ടർ വന്നു. KL 41 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 11ാം മാസം വണ്ടിയാണ്. ഡീസൽ, മാനുവൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഇപ്പൊ പെട്ടെന്ന് പോയി കുടിച്ചോ? അതെന്ത് പെട്ടെന്ന് എന്താ എനർജി കയറിയ ഒന്നും പറഞ്ഞിട്ട് 21 ഷാർപ്പല്ല? അതെ അതെ, ഷാർപ്പ് ഫുൾ ഓപ്ഷൻ ആണ്. ഡീസൽ, മാനുവൽ. നേരത്തെ മാനുവൽ കാരണം അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് കാരണം. ഇപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് കാരണം. ഓക്കെ, എന്തായാലും ഷാർപ്പാണ്. ടോപ്പ് എൻഡ് ഡീസലാണ്. മൈലേജ് ഉണ്ടാവും. 15 ലോങ് കിട്ടും. 15 18 വരെ ലോങ് കിട്ടും. ലോങ് കിട്ടുന്നുണ്ട് 18 വരെ. ടൗണിലൊക്കെ ആണെങ്കിലോ? ടൗണിലാണെങ്കിൽ 12, 13 ആ റേഞ്ച് ആക്കിയാൽ മതി. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ജീപ്പ് കോമ്പസ് അതിൻ്റെ ഒക്കെ റേഞ്ചില്ല. ഹാരിയർ, സഫാരി അതൊക്കെ ഒരു കാറ്റഗറിയാണ്. ഓക്കെ, അപ്പോൾ ഡീസൽ തപ്പി നടക്കുന്നുണ്ട്. ഇവിടെ സാധാരണ കൂടുതൽ കാണാറുള്ളത് ഓട്ടോമാറ്റിക് പെട്രോളാണ് കാണാറുള്ളത്. ഓക്കെ, ഉണ്ട്. ഇപ്പോഴും നമ്മുടെ അടുത്ത് 23 പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതിൽ വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഈ പറഞ്ഞ മാതിരി. എത്ര ഓട്ടം പറഞ്ഞു? 28,000 ഓടിയിട്ടുള്ളൂ. 28,000 മാത്രം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഡീസലിനെ അപേക്ഷിച്ച് എത്ര കൊടുക്കാത്? ഇതിപ്പോൾ കസ്റ്റമർ വണ്ടിയാണ്. പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. 14,50,000 രൂപ ചോദിക്കുന്നല്ല അവർ ചോദിച്ചാൽ നമുക്ക് എന്താ? ഏകദേശം സത്യം പറഞ്ഞാൽ അവർ ചോദിച്ചത് 15,000 നമ്മൾ സംസാരിച്ച് ആക്കി വെച്ചിട്ടുള്ള സംസാരിക്കാം. ഓക്കെ, 14.5 ലക്ഷമാണ് ഇപ്പോൾ ചോദ്യം. 2021 ലോ കിലോമീറ്റർ ഡീസൽ ടോപ്പ് എൻഡ് MG ഹെക്ടർ. ലോണ് എത്ര? നമുക്കൊരു 80-85% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 85% മാക്സിമം ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 1.5 രൂപ 2 രൂപേൻ്റെ അടുത്തുണ്ടെങ്കിൽ ബാക്കി ലോണായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ നമ്മൾ ഹ്യുണ്ടായി ക്രെറ്റയിലോട്ട് എത്തി. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. 2021 മോഡൽ അല്ലേ? 2021 മോഡൽ അല്ലേ? ഓക്കെ, 1221 നമ്പർ. 1221. എങ്ങനെ ഡീറ്റെയിൽ? അതെ, ഇത് 2021 മോഡൽ വീണ്ടും HTX പോകുന്നു ഞാൻ. SX പെട്രോൾ, മാനുവൽ, സിംഗിൾ ഓണർഷിപ്പിൽ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് അല്ലേ? ഒരുവിധ ഓപ്ഷൻ പാനോറമിക് സൺറൂഫ്, പുഷ് ബട്ടൺ എല്ലാം ഉണ്ട്.
വെന്റിലേഷൻ സീറ്റ് ഇല്ല, വയർലെസ് ചാർജർ ഇല്ല, അങ്ങനത്തെ ചെറിയ മാറ്റങ്ങൾ അല്ലേ. അലോയ്സ് അടക്കം വരുന്നുണ്ട് ഇതിൻ്റെ അകത്തും. ഓക്കെ, കിലോമീറ്റർ എത്ര? 34,000. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇതിൻ്റെ വാറണ്ടി വാക്സിനോട് ഒന്നും ഇല്ലല്ലോ? ഇല്ല, നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. 1 ഇയർ എഞ്ചിനീയർ 1 ഇയർ വാറണ്ടി. കമ്പനി വാറണ്ടി കഴിഞ്ഞു. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 13,25,000 രൂപ. ഓക്കെ, 13,25,000 SX ഓപ്ഷനല്ല SX. അതെ, ഓപ്ഷൻ. SX ആണ് ഓപ്ഷൻ്റെ. അതെ. ഓക്കെ, അപ്പോൾ കൊണ്ടുപോവാം. ലോൺ ഒരു 12 രൂപ ലോൺ കയറും. അടുത്ത വാഹനം എന്താ? സ്കോഡ കുഷാക് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി തന്നെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും ഉള്ള ഓപ്ഷൻ സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 1 ലിറ്റർ ടെർബോ ആണ് വാഹനം വരുന്നത്. സ്റ്റൈലല്ലേ? സ്റ്റൈൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. 2022 വാറണ്ടി ഇപ്പോൾ കമ്പനി തന്നെ 2026 6 മാസം വരെ ഉണ്ട്. 6 മാസം വരെ വാറണ്ടി എടുക്കുകയാണ് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് കുഷാക്കാണ്. 1 ലിറ്റർ ടെർബോ ആണ്. ഓക്കെ, ഇതിന്റെ മേലെ GT ആണ് വരുന്നത്. ഓക്കെ, അതിൽ ഈ പറയുന്നത് ഓപ്ഷനിൽ എനിക്കൊന്ന് GT-യിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ കുറേ ചെയ്യാം. വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല. അതെ, എഞ്ചിനിൽ പവറിൽ DSC ഗിയർ ബോക്സ് അതൊക്കെ വരും അല്ലേ? പിന്നെ നമ്മളെ നാട്ടിൽ GT ആവശ്യം ഉണ്ട് ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കലി 80 ഗിയർ ബോക്സ് ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് റേറ്റ് 13,95,000 രൂപ. 13,95,000 2022 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് സ്റ്റൈൽ. പെട്രോൾ ഓട്ടോമാറ്റിക് പറയാൻ 2026 വരെ കമ്പനി വാറണ്ടിയിലേക്കാണ് വണ്ടി. ലോൺ എത്ര കിട്ടും? നമുക്കൊരു 12.25 റേഞ്ച് ലോൺ ചെയ്ത് തുടങ്ങാം. ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് ഒരു 7 സീറ്റർ കിയ കാരൻസ് ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. 2022 8 മാസം വണ്ടിയാണ്. അപ്പോൾ വാറണ്ടി ഇപ്പോൾ 8 മാസം വരെ ഉണ്ട്. 8 മാസം 27-ാം തീയതി. ഇത് 8 മാസമാണ്. വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്. മാത്രമല്ല ഇപ്പൊ വന്നെടുത്താൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല്. ഈ പറയുന്ന ലക്ഷറി പ്ലസ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, ഫുൾ ഓപ്ഷൻ ലക്ഷറി പ്ലസ് 7 സീറ്റർ ആണ്. നല്ല സ്പേസ് ഉള്ള ഒരു 7 സീറ്റർ തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്. അതേപോലെ തന്നെ ഇതിന്റെ മിഡിൽ റോയിൽ ഇത് വരുമോ? വെന്റിലേഷൻ സീറ്റ് വരുന്നുണ്ടോ? മിഡിൽ റോ ഇല്ല, ഫ്രണ്ടിൽ മാത്രം വെന്റിലേഷൻ സീറ്റ് എല്ലാം വരുന്നുണ്ട്. ഡ്രൈവ് ചെയ്യാൻ കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. മൈലേജും ഉള്ള ഒരു 7 സീറ്റർ. എത്ര കിട്ടും മൈലേജ്? സ്ട്രൈറ്റ് റോഡൊക്കെ 15-16 മൈലേജ് ഓട്ടോമാറ്റിക് പെട്രോളിനുണ്ട് കിട്ടുന്നുണ്ടല്ലോ. ഒരു 7 സീറ്ററിൽ അത് അത്യാവശ്യം നല്ല മൈലേജ് ആണ്. എപ്പോഴും RPM അതിന് ഒത്ത സ്പീഡിലും ഓടിക്കണം. RPM ഉള്ളിൽ വെച്ചിട്ട് സ്പീഡ് തീരെ കുറച്ച് ഓടിച്ചാലും മൈലേജ് ലോസ് ആവും. ഓക്കെ, കറക്റ്റ് RPM കറക്റ്റ് സ്പീഡിൽ ഓടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് റേറ്റ് 16,40,000 രൂപ. 16,40,000 2022 മോഡൽ. ഇതാ ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി കമ്പനി വാറണ്ടി നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 10-20 കമ്പനി വാറണ്ടി എന്ന് പറഞ്ഞാൽ മതി. ബാക്കി നമുക്ക് എക്സ്റ്റെൻഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം. പെട്ടെന്ന് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് 7 സീറ്റർ കൊണ്ടുപോകാം. ലോണ് നമുക്കൊരു 85, അതായത് 1.5 ഉറുപ്പ്യ അടിച്ചാൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം കിയ വണ്ടി തന്നെയാണ്. സെൽട്ടോസ് KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2021 10 മാസം വണ്ടിയാണ്. ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 58,000 അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഫുൾ സർവീസ് ഉണ്ടല്ലോ? ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം. വാറണ്ടി കഴിഞ്ഞില്ല? എന്തായാലും വാറണ്ടി കഴിഞ്ഞു. നമ്മുടെ ഷോറൂം എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇതില് നിങ്ങളുടെ ഷോറൂം വാറണ്ടി ഉണ്ട്. HTX പ്ലസ് ആണ് കേട്ടോ. അതായത് വെന്റിലേഷൻ സീറ്റും ഉണ്ടാവും. GT ലൈനാണ് ഇതിന്റെ മേലെ പോകുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, 360 ഡിഗ്രി ക്യാമറന്റെ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? കിയയുടെ ഇന്ന് സോണറ്റ് കാണിച്ച്, സെൽട്ടോസ് കാണിച്ച്, കാരൻസ് കാണിച്ച്. അതിൽ തന്നെ സെൽട്ടോസിൽ 2 വെറൈറ്റികൾ, സോണറ്റിലുള്ള വെറൈറ്റികൾ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കമന്റ് പ്രാവശ്യം വന്നിനു, കിയ പ്ലസ് ക്യാപ്സ് അതന്നെ. ഓക്കെ, അപ്പോൾ എത്രയില് ഇത് റേറ്റ് വരുന്നത്? നമുക്ക് 14,70,000 ആയിക്കോട്ടെ, കുറച്ച് ഞാൻ കയറ്റം വെച്ചു. ഓക്കെ, 14,75,000 രൂപയ്ക്ക് 2021 STX പ്ലസ് 58,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ലോൺ മാക്സിമം കയറും. ഓക്കെ, എത്ര മാക്സിമം കിട്ടുമല്ലോ? കിട്ടും. ഓക്കെ, എന്തായാലും തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ
വന്ന് വണ്ടികൾ വാങ്ങിച്ചോളൂ. കിട്ടുന്ന ഗിഫ്റ്റിങ് പോരട്ടെ ഉണ്ട്. എൻ്റെ അടുത്ത എപ്പിസോഡ് വരാനുണ്ട്. ഓക്കെ, അതിലും ഒരു 10-15 വണ്ടിയോളം കാണിക്കാനുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഇല്ലാത്ത വണ്ടികൾക്കാണെങ്കിലും കസ്റ്റമേഴ്സ് എൻക്വയറി നിങ്ങൾ വിളിച്ചോളൂ, നമ്മൾ അറേഞ്ച് ചെയ്തായിരുന്നായിരിക്കും. ഇവിടെ വണ്ടികളും ഉണ്ട്, എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം, അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.